ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കിനി പരീക്ഷയ്ക്ക് ഇനി 2 ദിവസമേ ഉള്ളൂ അല്ലേ. അപ്പോൾ നാളെ ഫ്രൈഡേ കഴിഞ്ഞ സാറ്റർഡേ എക്സാമാണ്. നമുക്ക് 28-ന് എക്സാം ഉള്ളവർ കേട്ടോ. 10th പ്രിലിംസിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പഠനമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? ശരിക്കും സ്പീഡപ്പ് ചെയ്യുക കേട്ടോ. എല്ലാവരും ഒന്ന് സ്പീഡപ്പ് ചെയ്ത് മാക്സിമം നോക്കാൻ പറ്റുന്നതൊക്കെ നോക്കി ടെൻഷൻ ഇല്ലാതെ പോയി എഴുതാൻ പറ്റുന്ന പോലെ എഴുതാൻ നോക്കുക. അപ്പം ഫസ്റ്റ് സ്റ്റേജ് എക്സാം ഉള്ളവർക്ക് നല്ല ടെൻഷനായിരിക്കും. അവർക്ക് അതുപോലെ തന്നെ മാർക്കിൽ ഇതൊക്കെ കാണും, കോംപ്ലൈസേഷനൊക്കെ കാണും കേട്ടോ. നിങ്ങൾ അതിൻ്റെ ടെൻഷനൊന്നും വേണ്ട. പിന്നെ എല്ലാവരും ഭാഗ്യം എന്ന് പറയാം. കൂടുതലും നമ്മൾ പഠിച്ചതിൻ്റെ കൂട്ടത്തിൽ തന്നെ ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് വേണമല്ലോ എല്ലാത്തിലും. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്, ഞാൻ റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഇതെൻ്റെ ക്രിസ്മസ് വ്ളോഗാണ് കേട്ടോ. ക്രിസ്മസ് ഡേയുടെ അന്ന് എടുത്ത വ്ളോഗാണ്. ഞാൻ ശരിക്കും ഇത് മലയാളം പഠിക്കുകയാണ് കേട്ടോ. കേരള ഭൂമിശാസ്ത്രമാണ് ഞാൻ ഇന്നെടുത്ത് പഠിച്ചത്. മാക്സിമം രാവിലെ എഴുന്നേൽക്കാനൊക്കെ നോക്കി പറ്റുന്ന പോലെയൊക്കെ എഴുന്നേറ്റാണ് പഠിച്ചത്. രാവിലെ വീഡിയോ ഒന്നും ചെയ്തില്ല. കാരണം നമ്മളിപ്പോൾ ഒരു ഹറിബറി ഇതിലായിരിക്കുവാണല്ലോ നമ്മൾ എക്സാം അടുത്തെത്തിയത് കൊണ്ട്. അപ്പോൾ മാക്സിമം നോക്കാൻ പറ്റുന്നിടത്തൊക്കെ നോക്കാമെന്ന് കരുതി. പിന്നെ ടാലൻറ്റ് നല്ല ടെക്സ്റ്റാണ് കേട്ടോ. ഈ ടെക്സ്റ്റ് ഇനി ഉള്ള എക്സാം ഉള്ളവർക്ക് ഈ ടാലൻറ്റ് PVക്ക് മാത്രം നോക്കിയാലും മതി കേട്ടോ. നമ്മുടെ ക്ലാസ് കണ്ട ഒരുപാട് ടൈം പോകുന്നുള്ളവർക്ക് ഈ ബുക്ക് എടുത്ത് നോക്കിയാൽ മതി. PVക്കാണ്. പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാം ഇൻക്ലൂഡഡ് ആണ്. മാക്സിമം ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക. മാത്സ് കുറച്ച് ദിവസമായി കേട്ടോ നോക്കിയിട്ട്, 1-2 ദിവസമായി മാത്സൊക്കെ എടുത്തിട്ട്. അപ്പം പ്രിലിംസാണ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെയാണ് ഞാൻ ഇരിക്കുന്നത്. അറിയില്ല അവിടെ ചെന്ന് എത്രത്തോളം നമ്മൾ ഒരു കണക്ഷൻ ഇല്ലെങ്കിൽ, നമുക്ക് ചെയ്ത് പഠിച്ച ഒരു കണക്ഷൻ കിട്ടിയില്ലെങ്കിൽ ആ പകുതി വെച്ച് നമ്മളൊന്ന് നിന്നു പോകും. അതെനിക്ക് അനുഭവം ഉള്ളതാണ്. അതാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ അടുത്തൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ മാക്സിമം ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ. സിമ്പിൾ മാത്സൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. എനിക്ക് തോന്നുന്നു നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള മാത്സൊക്കെ നമ്മൾ പണ്ടേ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആണല്ലോ. അത് തന്നെയൊക്കെ ആയിരിക്കും വരുന്നത്. ഒന്ന് ചുറ്റിക്കറക്കിയൊക്കെ തരുന്നു എന്നുള്ളത് മാത്രമേ കാണത്തുള്ളൂ കേട്ടോ. അപ്പം ക്രിസ്മസ് ഡേയുടെ അന്നായതുകൊണ്ട് ശരിക്കും അതൊരു നല്ലൊരു ദിവസമായിട്ട് മക്കളുടെ കൂടെയൊക്കെ ഇരിക്കണമെന്നും അവരുടെ ശരിക്കും ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളത് ശരിക്കും ഇന്നൊരു ദിവസമാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. നമുക്ക് ഈ സെലിബ്രേഷൻസ് വരുമ്പോഴാണ് എത്രമാത്രം നമ്മൾ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ളത് ഓർമ്മ വരുന്നത്. സത്യത്തിൽ ശരിക്കും ഹസ്ബൻഡ് തിരിച്ചു പോയ ഒരു സമയമായിട്ടുള്ളൂ. അതുകൊണ്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ അവർക്ക് വേണ്ടിയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു കേട്ടോ. അപ്പം നമ്മുടെ കയ്യിൽ അത്യാവശ്യം എന്തെങ്കിലും നമ്മൾ ചിലവഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാക്സിമം നമുക്കൊരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് അല്ലേ. നമ്മൾ കുട്ടികൾക്ക് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നത് ശരിക്കും ഒരു സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒത്തിരിയും നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കും. മിക്ക വീട്ടമ്മമാരുടെ അവസ്ഥ ഇത് തന്നെയായിരിക്കും. നമ്മൾ ഈ സെലിബ്രേഷൻ മൂഡ് എത്തുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് എക്സ്ട്രാ ചിലവ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം കൊത്ത് നമുക്ക് എന്തെങ്കിലും നിൽക്കാം എന്നുള്ളത് ആ ഒരു സമയത്തുള്ളൊരു തോന്നലാണ് കേട്ടോ. അതൊരു പെയിൻഫുള്ളാണെന്ന് തന്നെ പറയാം. അപ്പോൾ മാക്സിമം നമുക്ക് എല്ലാവർക്കും പഠിക്കാം, പ്രാർത്ഥിക്കാം. നെക്സ്റ്റ് ഒരു ക്രിസ്മസിൽ നമുക്ക് നല്ലൊരു ജോലിയായിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ അവർക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് ഒത്തിരി ചിലവുകൾ ചെയ്യുക, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അവർക്ക് മേടിച്ചു കൊടുക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ അവർക്ക് ഹാപ്പിനെസ് കൊടുക്കുക. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ എത്ര മണിയുണ്ടോ, എത്ര പൈസ ഉണ്ടോ അതിനനുസരിച്ചാണ് ശരിക്കും ഒരു ലൈഫ് സ്മൂത്തായിട്ട് പോകുന്നത് അല്ലേ. ശരിക്കും ഒരു ഹാപ്പിനെസ്സിൻ്റെ ഒരു കൂടുതലും ഭാഗമെന്ന് പറയുന്നത് ഈ എനിക്ക് തോന്നുന്നു സെൽഫ് ഇൻഡിപെൻഡൻ്റ്, നമ്മുടെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. മാക്സിമം നിങ്ങളെല്ലാവരും, നമുക്കിപ്പോൾ വീട്ടമ്മമാർക്കാണ് കൂടുതൽ അത്യാവശ്യം. കുട്ടികളെല്ലാവരും നമ്മൾ മാക്സിമം ഇപ്പോൾ ഉള്ള കുട്ടികളെല്ലാവരും പഠിച്ചിട്ട് ജോലി മേടിക്കാനിരിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അങ്ങനെ തന്നെ നോക്കുക. ഒരുവിധം മാക്സിമം നോക്കുക കേട്ടോ പഠിക്കാൻ. നമുക്ക് എത്രത്തോളം പറ്റുന്നു മാക്സിമം ഒരു 2 ഇയർ എങ്കിലും എടുത്ത് ജോലി മേടിക്കാൻ നോക്കുക. അപ്പം നമുക്കറിയാം ഇപ്പം റാങ്ക് ലിസ്റ്റൊക്കെ എടുത്താൽ തന്നെ എത്ര നാൾ കഴിഞ്ഞാൽ നമുക്ക് ലിസ്റ്റിൽ വരുന്നത്. ശരിക്കും ഒരു 100-നുള്ളിൽ വരുവാണെങ്കിൽ, ഒരു 50-നുള്ളിൽ വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ജോലിക്ക് കയറി പോകാമെന്നേ ഉള്ളൂ. അപ്പം ഒത്തിരി നാളത്തെ ക്രിസ്മസ് ഓണമൊക്കെ നമ്മൾ ഇതുപോലെ കളഞ്ഞതാണ്. അപ്പോൾ ഇനി അതിനൊരു ടൈമില്ല. ശരിക്കും കുട്ടികളുടെ ഒരു ക്യൂട്ട്നെസ്, അവരുടെ ഒരു അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്ന് പറയുന്ന അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ മാക്സിമം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് എന്തായാലും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നിങ്ങൾ മാക്സിമം
എന്തുവാ കല്യാണം കഴിക്കാത്ത കുട്ടികളെല്ലാം മാക്സിമം നിങ്ങൾ പഠിച്ചിട്ട് തന്നെ ജോലി മേടിച്ചിട്ട് തന്നെ നോക്കുക കേട്ടോ. അപ്പം അതൊരു നമുക്ക് നമ്മുടെ ഒത്തിരി ഓണം ഒത്തിരി ക്രിസ്മസും ഇങ്ങനെ അങ്ങ് പോകത്തില്ല. അപ്പം കുട്ടികളുടെ സമയം പോകും, നമ്മുടെ ഏജും പോയിക്കൊണ്ടിരിക്കുകയാണ്. മാക്സിമം നമ്മളങ്ങനെ ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞ് പഠിക്കാനൊന്നും നേരമൊന്നും കിട്ടിയില്ല. പിന്നെയും കുട്ടികളുടെ വേളം കാരണം ഞാൻ ഒരു തട്ടിക്കൂട്ട് കേക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അവർക്ക് ഇഷ്ടമായെന്ന് തോന്നുന്നു. മാക്സിമം ഉള്ള പോലെയൊക്കെ ചെയ്ത് കൊടുത്ത് അവർ കഴിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീണ്ടും പഠിക്കാനിരുന്നു കേട്ടോ. ശരിക്കും നമ്മളൊരു ടെൻഷൻ മോഡിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും അവരുടെ ഒരു ഈ സമയം ഇനി നമുക്ക് കിട്ടത്തില്ലല്ലോ. അപ്പം നമ്മൾ മാക്സിമം കുറേയൊക്കെ ഓണം, വിഷു, ക്രിസ്മസ് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ പോയിട്ടുണ്ട്. കാര്യം നമുക്ക് ആ ഒരു സമയത്ത് അന്നും പഠിക്കണം എന്നുള്ളൊരു സമയം നമുക്ക് അതാണ് നമ്മൾ കൂടുതലൊരു ഇത് കൊടുത്തത്. പക്ഷേ ആ സമയം കുട്ടികളുടെ സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി തൊട്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഇഷ്ടങ്ങളൊക്കെ അങ്ങ് നടത്തി കൊടുക്കുക. ആ ഒരു സമയം നമ്മൾ അവരുടെ സ്പെൻഡ് ചെയ്യാൻ നോക്കുക കേട്ടോ. മാക്സിമം കുറച്ച് ടൈം ആയാലും അവർക്കതൊരു ഹാപ്പിനെസ് ആണല്ലോ അവരുടെ കയ്യിൽ ഉള്ള. അവരുടെ ആ ഒരു കുട്ടിത്തോടുള്ള സമയം അപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ മാക്സിമം അവർക്ക് പറ്റുന്ന കാര്യങ്ങളൂടെ ചെയ്തു കൊടുക്കുക. ഈ സമയത്ത് മാക്സിമം നിങ്ങളെല്ലാവരും പഠിക്കാൻ പറ്റുന്ന അത്രത്തോളം അതിൻ്റെ കൂടെ പഠിച്ചും അതിൻ്റെ കൂടെ കുട്ടികളുടെ ഒപ്പം തന്നെ കുറച്ച് സമയം അവർക്കൂടെ സ്പെൻഡ് ചെയ്തിട്ട് ബാക്കിയുള്ള സമയം മാക്സിമം പഠിക്കാൻ നോക്കുക കേട്ടോ. അപ്പം ഈ രാവിലത്തെ ജോലിയും പിന്നെ വൈകുന്നേരം ഇവരുടെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഒത്തിരി സമയം അങ്ങ് പോയി കേട്ടോ. ശരിക്കും നമ്മൾ ടെൻഷനാണ്. പിന്നെ അവരുടെ അറിയിച്ചിട്ടും നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇത്ര നാളുടെ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മാക്സിമം നമ്മുടെ ടെൻഷൻസ് അവോയ്ഡ് ചെയ്ത് അവരെ കാണിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. മാക്സിമം നമുക്ക് കിട്ടുന്ന സമയത്ത് അവരോട് കുറച്ച് നേരം ഇരുന്നിട്ട് മാക്സിമം നമുക്ക് കിട്ടുന്ന ബാക്കിയുള്ള സമയങ്ങളെല്ലാം പഠിക്കാൻ നോക്കുക കേട്ടോ. പിന്നെ ഞാൻ കേരളത്തിൽ നമുക്ക് 10th പ്രിലിംസ് ആകുമ്പോൾ ഒത്തിരിയും ഇത് തന്നെയാണല്ലോ വരുന്നത്. കേരളത്തിൻ്റെ ആണ് കാര്യങ്ങൾ വരുന്നത്. അങ്ങനെ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം, മണ്ണ്, പിന്നെ മത്സ്യബന്ധനം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നോക്കി. അത് കഴിഞ്ഞ് രാത്രി കേട്ടോ. പിന്നെ ഞാൻ ആ പ്ലേസൊക്കെ ഒന്ന് മാറ്റി നോക്കി. പിള്ളേരുടെ ബഹളം കാരണം അവിടെ ഇരിക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നിയപ്പോൾ ഞാൻ മാറ്റി നോക്കിയതാണ് കേട്ടോ. നമ്മൾ ഇരിക്കുന്ന ആ ഒരു പൊസിഷനിൽ നമ്മൾ മാറി മാറി ഇരുന്ന് നോക്കുക. കാര്യം നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്ന എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ഇരുന്ന് കൂടുതലൊന്ന് വർക്ക് ചെയ്യാൻ നോക്കുക. മാക്സിമം അവിടെ ഇരിക്കുക. പിന്നെ നമുക്ക് മാറ്റാൻ പറ്റുന്ന പലയിടത്തായിട്ട് ഇരുന്ന് നമുക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ രാവിലെയൊക്കെ ആണെങ്കിൽ വെളിയിലോട്ടൊക്കെ ഒന്ന് ഇരിക്കാമല്ലോ. അങ്ങനെയൊക്കെ ഒന്ന് ഇരുന്ന് പഠിച്ച് നോക്കുക കേട്ടോ. മാക്സിമം നിങ്ങൾ എല്ലാവരും വർക്ക് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത എക്സാം ഉള്ളവർക്ക് കുറച്ചുകൂടെ സമയമുണ്ട്. അത് നിങ്ങൾ ഒരുപാട് വേസ്റ്റ് ആക്കാതെ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.